ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോസിക്യൂട്ടേഴ്സ് പ്രപ്പോസലിൻ്റെ എപ്പിസോഡ് 2ഉം 3ഉം ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ലീയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ്റെ ചുറ്റുമുള്ളവരൊക്കെ അവനൊരു കൊലയാളിയുടെ മകനാണ്, അവൻ്റെ അച്ഛനൊരു കൊലയാളിയാണെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു പേരും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവൻ പറയുന്നുണ്ട്, എന്നാലും ഞാനിതൊക്കെ സഹിച്ച് എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞാൻ വളർന്നു വന്നതെന്ന് പറയാണവൻ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന പ്രസൻറ്റ് സീനാണേ. അപ്പം ജൂ ആണെങ്കിൽ നമ്മുടെ ലീയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഒരു കൊലപാതകിയുടെ മകനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കാങ് വോങ്-സു എന്ന് പറഞ്ഞ ആ ഒരു കൊലപാതക കേസിലെ കൊലയാളിയുടെ മകൻ നീ അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ലീ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അയാളെ കണക്കല്ല, അയാളെ എന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കണ്ടെന്ന് അവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജൂ ചോദിക്കുവാണ്, നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുവാണ്. ഇനി നിനക്ക് എൻ്റെ ഈ ഒരു അപ്രോച്ച് ഇഷ്ടമായില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഫോർമലി ഒരു പ്രപ്പോസൽ തരാനും ഞാൻ തയ്യാറാണെന്ന് പറയാണ്. എന്നിട്ട് ജൂ ആണെങ്കിൽ അവൻ്റെ കൈ നമ്മുടെ ലീക്ക് നേരെ നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറയാണ്. എന്നാൽ നമ്മുടെ ലീ ആണെങ്കിൽ അവിടെ അപ്പം മറുപടിയൊന്നും പറയുന്നില്ല. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലീനയാണ്. അവനാണെങ്കിൽ കുറച്ച് ഫയലൊക്കെ ആയിട്ട് ഒരു റൂമിൽ കയറി വരുന്നുണ്ട്. അപ്പം അവിടെയാണെങ്കിൽ ഒരു ചെറുക്കനെ കാണുമ്പോഴത്തേക്ക് ആ ചെറുക്കനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ സോങ് ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ ലീയും അവൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ ചെറുക്കനാണെങ്കിൽ ഓടി വന്ന് അവൻ്റെ കയ്യിരിക്കുന്ന ഫയലൊക്കെ എടുത്ത് വെക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വെസ്റ്റേൺ ബ്രാഞ്ചിൽ നിന്നല്ലേ വന്നത്, എനിക്കിവിടെയുള്ള ഏകദേശം എല്ലാവരെയും അറിയാം, എന്നാൽ ഞാൻ നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ആ ചെറുക്കനാണെങ്കിൽ നമ്മുടെ ജൂവിനെ പറ്റി പറയാണ്, നീ ജൂ ആയിട്ട് കൂടുതൽ അങ്ങ് ക്ലോസ് ആവാൻ നിൽക്കണ്ട, അതേപോലെ ജൂ അധികം ഹാർഷൊന്നും അല്ല, എന്നാൽ നീ കറക്റ്റായിട്ട് നിൻ്റെ വർക്ക് ചെയ്തില്ലെങ്കിൽ നിനക്ക് ചിലപ്പം വഴക്ക് കേൾക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, ജൂവിന് നന്നായിട്ടറിയാം അവൻ്റെ പബ്ലിക് ലൈഫും പ്രൈവറ്റ് ലൈഫും എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും നിൻ്റെ കേസ് റിവ്യൂ ചെയ്യുമ്പം അതിൻ്റെ ചെറിയൊരു സമ്മറി നീ തയ്യാറാക്കണം, എന്നിട്ട് അതുമായിട്ട് ബന്ധമുള്ള ലോസൊക്കെ നീ നോട്ട് ചെയ്ത് വെക്കണം, എന്നിട്ടേ നീ അത് സബ്മിറ്റ് ചെയ്യാവുള്ളൂ എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ അവന് മിസ്സിങ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നീ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ ആ ചെറുക്കൻ ബ്രീഫായിട്ട് വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ലീക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ലീ ആണെങ്കിൽ തിരിച്ച് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയണം, നീ എനിക്ക് താങ്ക്സ് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നാൽ മതി എപ്പോഴെങ്കിലും എന്ന് പറയാണ്. അത് കഴിഞ്ഞ് ലീ ആണെങ്കിൽ ആ ഫയലൊക്കെ വെച്ചേക്കുന്ന ബോക്സ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ ചെറുക്കൻ പറയുന്നുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കനെ അതെടുത്ത് പിടിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പിടിവലി കൂടുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജൂ കയറി വരുന്നത് കേട്ടോ. അങ്ങനെ അവൻ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇവർ രണ്ടുപേരും കൈയൊക്കെ പിടിച്ചുകൊണ്ട് ആ ഒരു ബോക്സുമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ലീയുടെ അടുത്ത് അകത്തോട്ട് കയറി വരാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ലീ ആണെങ്കിൽ പറയുന്നുണ്ട്, ഇതാണ് മിസ്റ്റർ കിമ്മിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ജൂ ആണെങ്കിൽ ചോദിക്കുകയാണ്, നിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മരണകാരണം ഒരു ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്തതിലൂടെയാണെന്ന് പറയാണ്. അപ്പോൾ ജൂ ചോദിക്കുകയാണ്, ഓവർഡോസായി മരുന്ന് കുത്തിവെച്ച് അയാളെ കൊന്നു എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, അയാളുടെ കഴുത്തിലുള്ള മാർക്കും അതേപോലെ തന്നെ അയാളുടെ വായിൽ നിന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസും അയാളുടെ ദേഹത്തുള്ള കുറച്ച് സ്ക്രാച്ച് മാർക്കും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ജൂ ആണെങ്കിൽ പറയുന്നുണ്ട്, പോലീസ് ഈ കേസ് സൂയിസൈഡാണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയാണ്, അവിടെ CCTV-യോ വിറ്റ്നസ്സോ അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു, അതേപോലെ തന്നെ അയാൾ ഇവിടെ വന്നതിന് ശേഷം അയാളുടെ ട്രൂ ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയും വ്യക്തമല്ല എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു കിം എന്ന് പറഞ്ഞ ആൾ ഡ്രഗ്സ് സെല്ല് ചെയ്യുന്ന ആളായിരിക്കും, അതായത് അയാളുടെ സ്വന്തം ബോഡിയിൽ തന്നെ വെച്ച് അത് ഹൈഡ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്ന ആളായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബോഡിയിൽ വന്ന ആ ഒരു സ്ക്രാച്ചസ്, അതേപോലെ തന്നെ അയാളുടെ വായിൽ നീട്ടിയ ആ ഒരു പ്ലാസ്റ്റിക് കണ്ടൻറ്റ്, അതെല്ലാം വെച്ച് നോക്കുമ്പം അത് ശരിയാവാനാണ് ചാൻസ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അവിടെ നിന്നൊരു ഗ്ലൗസ് കിട്ടി, അത് കില്ലറിൻ്റേതാകാനാണ് സാധ്യതയെന്ന് പറയണം. അപ്പം ജൂ ആണെങ്കിൽ അവനെ ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജൂ ആണെങ്കിൽ ആ മരിച്ച ആളുടെ കഴുത്തിൽ ആ ഒരു പാടിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവനടുത്ത് പറയുകയാണ്, നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി, അതുമാത്രമല്ല നീ ഒരു കില്ലറിൻ്റെ മോനല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഫോർമലി നന്നായിട്ട് സംസാരിക്കാനൊന്നും യാതൊരു താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പോഴാണ് ഒരു ലേഡി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത്, എൻ്റെ മോൻ ആരെയും കൊന്നിട്ടില്ല, അവന് ആരെയും കൊല്ലുന്ന കാര്യം ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ജൂ ചോദിക്കുകയാണ്, നിങ്ങളെ മോൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ അവനെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾക്കറിയാം എൻ്റെ മോൻ എത്ര കൈൻഡ് ആണെന്ന്, അതേപോലെ തന്നെ അവനൊരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പറ്റത്തില്ല, അവനൊരു ഇന്നസെൻ്റ് ആണെന്ന് പറയാണ്. അപ്പോൾ ലീ ആണെങ്കിൽ ഓർക്കുകയാണെന്ന് ജൂ കാറിലിരുന്ന് പറഞ്ഞ കാര്യം, ഓരോ കൊലപാതകൾ ആ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം അവർ ഇന്നസെൻ്റ് ആണ്, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതൊരു മിസ്റ്റേക്കിൽ സംഭവിച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞ കാര്യം അവനിങ്ങനെ ഓർക്കുവാണേ. അപ്പോൾ ജൂ ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് പറയാണ്, നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇവരെ കൊണ്ടു ചെന്ന് പുറത്ത് വിടാൻ പറയാണ്. അപ്പം അവരാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരേ കരച്ചിലാണ്, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു ഇന്നസെൻ്റ് ആണ്, അവൻ പാവമാണെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം സോങ് ആണെങ്കിൽ അവരെ എണീപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പോൾ അവനാണെങ്കിൽ പിന്നെയും ജൂ പറഞ്ഞ കാര്യം ഓർക്കുവാണ്. അവൻ പറഞ്ഞില്ലായിരുന്നോ അവനെപ്പോലൊരു പ്രോസിക്യൂട്ടറിന് മാത്രമേ ഇങ്ങനെയുള്ള കില്ലേഴ്സിനെ ലീഗലി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തുള്ളെന്ന്. അതവൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ജൂ ആണെങ്കിൽ ചോദിക്കുവാണ്, അവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ എന്താ വിചാരിക്കുന്നത്? നിൻ്റെ അച്ഛനും ഒരു തെറ്റും ചെയ്യത്തില്ല, ഒരു പാവമാണെന്നാണോ നീ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ലീ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും തിങ്ക് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പം ജൂ ചോദിക്കുന്നുണ്ട്, ഒരു കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, പ്രോപ്പർ റൂൾ അനുസരിച്ച് നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല, നമ്മൾ എത്ര ക്രൂരനാവാൻ പറ്റുമോ അത്രയും ക്രൂവലായിട്ടുള്ളൊരു പണിഷ്മെൻറ്റ് വേണം അവനെപ്പോലുള്ള കില്ലേഴ്സിന് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കോടതിയിൽ ഞാൻ അവന്മാർക്ക് വിധിച്ച ശിക്ഷ അതിഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഒരുമാതിരി സൈക്കോ രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാവം അവനാണെങ്കിൽ ഇങ്ങനെ തല ഉലുക്കി കേൾക്കുകയാണ്. അപ്പം സോങ് ആണെങ്കിൽ കയറി വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ ജൂ ആണെങ്കിൽ സോങ്ങിനോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരെയും എൻ്റെ റൂമിലോട്ട് കയറ്റി വിടരുതെന്ന് പറയാണ്. അപ്പോൾ സോങ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നൊരു ഡിന്നറിന് പോയാലോ, അത് ലീ ആണെങ്കിൽ ഇന്ന് പുതിയതായിട്ട് വന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും പറയാതെ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവനാണെങ്കിൽ പറയുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ലീ ആണെങ്കിൽ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ ഡ്രിങ്കും ചെയ്യുന്നുണ്ട്. അപ്പം സോങ് ആണെങ്കിൽ അവന് ഫുഡൊക്കെ എടുത്ത് വായിൽ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഒരുമിച്ച് ഡ്രിങ്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോങ് ആണെങ്കിൽ ലീക്ക് ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഡ്രിങ്ക്. എന്നിട്ട് അവനാണെങ്കിൽ പറയുവാണ്, ലീ, ഞാൻ നിന്നെ മീറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ്റെ ബോധം അവിടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ലീ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ എന്നെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ നിന്നെ ഇഷ്ടപ്പെടണമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നെ ഒരു ഇൻസ്പെക്ടറായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഓർഡർ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല, ഇതെൻ്റെ റിക്വസ്റ്റാന്ന് പറയുകയാണ്. അപ്പോൾ ജൂ ആണെങ്കിൽ പറയാണ്, ഇൻസ്പെക്ടർ ലീയും അതേപോലെ തന്നെ ഒരു കൊലയാളിയുടെ മകനായിട്ടുള്ള ലീ ചേഹായും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്നെ പ്രൂവ് ചെയ്ത് കാണിക്കുമെന്ന് പറയാണ്. അപ്പോൾ അവരുടെ കാല് ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അവനാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് മാറ്റിയിട്ട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ലീ വരുമ്പോഴത്തേക്കും ജൂ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാണെന്ന് ചോദിക്കുവാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോയതാണെന്ന് പറയാണ്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, നീ വീട്ടിലോട്ട് വെക്കോ, ഞാൻ പിന്നെ വന്നേക്കാമെന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്തെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, എനിക്ക് സോങ്ങിനെ വീട്ടിലാക്കണം, അതേപോലെ തന്നെ ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് സോങ് വരുവാണ് അവരുടെ പേരും വിളിച്ചിട്ട്. എന്നിട്ട് അവനാണെങ്കിലോ യാതൊരു ബോധവും ഇല്ല, ഫുള്ള് ആടിക്കുഴഞ്ഞൊക്കെയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ജൂ ആണെങ്കിൽ സോങ്ങിനെ കാറിൽ കയറ്റാൻ നേരം ലീ ആണ് കാറ് തുറന്നു കൊടുക്കുന്നത്. അപ്പം ആ ഒരു തണുപ്പ് സമയത്ത് അവൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാത്ത കാണുമ്പോഴത്തേക്കും ജൂ ആണെങ്കിൽ അവൻ്റെ ഗ്ലൗസ് ഊരി അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അതെടുത്ത് കയ്യിലിടുന്നതും ഉണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ലീനെയാണ്. അപ്പോൾ അവനിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജൂ വരുവാണ്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ആരാന്ന് ചെക്ക് ചെയ്യാതാണോ നീ ഡോറ് തുറക്കുന്നത്, നീ കാണുന്നതല്ലേ ആളുകളൊക്കെ എങ്ങനെയാണ് മരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്തോ നോക്കിയിരിക്കുന്നു, ആ കൊണ്ടുവന്ന കേസ് ഫയൽസൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ അതെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം ജൂ ആണെങ്കിൽ നോക്കുമ്പോൾ അവിടെ ഒരു സ്ലീപ്പിംഗ് പിൽസൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം അവനാണെങ്കിൽ അതെടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് ഡാഹ്യൂനിലെ ഒരു 10 വർഷം മുമ്പുള്ള കേസ് ഫയൽസാണ്. അപ്പം ഇതെല്ലാം നീ ഒരു വീക്കിനുള്ളിൽ വായിച്ചിട്ട് എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് തരണമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് കണ്ണ് തള്ളിയിട്ട് അവനാണെങ്കിൽ ചോദിക്കുവാണ്, എന്ത് 1 വീക്കിനുള്ളിൽ തീർക്കണമെന്നോ? അപ്പം ജൂ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഡ്രിങ്ക് എടുത്ത് ഇങ്ങനെ കുടിച്ചിട്ട് അത് ഒരെണ്ണം അവൻ്റെ നേരെ നീട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിന്നെക്കൊണ്ട് പറ്റത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ അതെടുത്ത് കുടിച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല, എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയാണ്. അത് കഴിഞ്ഞ് ലീ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഐസ്ക്രീം എടുത്ത് കഴിക്കുകയാണ്. അപ്പം ജൂ ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അവൻ യൂസ് ചെയ്ത അതേ സ്പൂൺ വെച്ചിട്ട് അവനും ആ ഐസ്ക്രീം എടുത്ത് കഴിക്കുകയാണേ. അപ്പോൾ ലീ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ എല്ലാ ആളുകളും എന്നെ തന്നെ ചൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ജൂ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ചോദിക്കുന്നത് ഞാൻ നിന്നെ എന്തിനാ എൻ്റെ ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതെന്നാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയണം, അതേന്ന് പറയണം. അപ്പോൾ ജൂ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ നീ അന്ന് എൻ്റെ കാറിൽ ഇരുന്ന് പറഞ്ഞ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയണം, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു എന്നിങ്ങനെ പറയാണ്. ഇത് കേൾക്കുന്നത് ജൂ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പോവുകയാണ്. അപ്പം ലീ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇപ്പോൾ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുന്നത് അവനാണെങ്കിൽ നമ്മുടെ ലീനെ തുറിച്ചങ്ങ് നോക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നടന്നു വരുവാണേ. ജൂ ആണെങ്കിൽ അവൻ്റെ കഴുത്തിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുകൂടെ പറയാണ്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. അപ്പം ഇത് കേൾക്കുന്നതും ജൂ ആണെങ്കിൽ പറയാണ്, ഒരു കൊലപാതകയുടെ മകനായിട്ടുള്ള നീ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇനി നിനക്ക് മരിക്കണമെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ നമ്മുടെ ലീനെ അങ്ങ് കിസ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അവനെ ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, അവൻ്റെ ലിപ്പിലിങ്ങനെ ബൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഹെയ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് അതിൻ്റെ ആൻസർ അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, നിൻ്റെ പേര് കേൾക്കുന്നതേ എനിക്ക് വട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ആണെങ്കിൽ അങ്ങ് കയറി കിസ് ചെയ്യുകയാണെന്നാൽ. അപ്പം നമ്മുടെ ലീ ആണെങ്കിൽ അവനെ തിരിച്ച് ബൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ലീ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ അല്ലേ പറഞ്ഞാൽ നീ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും അത് നീ ഡിസേർവ് ചെയ്യുന്നതാണെന്നിങ്ങനെ പറയുകയാണ്.
അപ്പോൾ ഈ ഒരു സീനോട് കൂടിയിട്ടാണ് എപ്പിസോഡ് 2 ഇവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ എപ്പിസോഡ് 3യുടെ സ്റ്റാർട്ടിങ്ങിൽ ജൂ ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് എന്ത് ചെയ്താലും അതൊക്കെ നീ അർഹിക്കുന്നത് തന്നെയാണെന്നിങ്ങനെ പറയുകയാണ് അവൻ. അപ്പം ലീ പറയുന്നുണ്ട്, ഞാനൊരു കൊലയാളിയുടെ മകൻ തന്നെയാണ്, പക്ഷേ നിങ്ങളതും പറഞ്ഞ് എന്നെ താഴ്ത്തി കെട്ടണ്ടെന്നിങ്ങനെ പറയുകയാണവൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്കറിയാമല്ലോ, നിന്നെപ്പോലുള്ള ആളുകളെ കാണുന്ന തന്നെ എനിക്ക് ദേഷ്യമാണെന്ന് പറയുകയാണവൻ. എനിക്കിനിയും ഓടി ഒളിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണവൻ. അതേപോലെ ഞാൻ ലീ ഗില്ലിയോങ്ങിൻ്റെ മകൻ തന്നെയാണ്, എന്നാൽ ഇപ്പം ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഇങ്ങനെ പറയുകയാണവൻ. അപ്പോൾ ജൂ ആണെങ്കിൽ അവനെ ദേഷിച്ച് അടുത്തോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, നീ ലീ ഗില്ലിയോങ്ങിൻ്റെ മകനായിരിക്കുന്നിടത്തോളം കാലം നീ ഇനിയും ഒരുപാട് നാണക്കേടുകളൊക്കെ അനുഭവിക്കാനിരിക്കുവാന്നിങ്ങനെ പറയാണ്. അപ്പോൾ ലീ ആണെങ്കിൽ അവൻ്റെ കൈ വിട്ടിട്ട് പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഫയർ ചെയ്യാം, എന്നാൽ ഞാനൊരിക്കലും റിസൈൻ ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുകയാണവൻ. അപ്പോൾ ജൂ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാ ആദ്യമേ ഗീവ് അപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മേലാ നീ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞു പോരുതെന്ന് പറയാണ്. എന്നിട്ട് ജൂ പറയാണ്, ഞാൻ നിനക്ക് 1 വീക്ക് സമയം തരാം, വെറും 1 വീക്ക് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം നമ്മുടെ ലീനെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന ജൂനെയാണ്. അവനാണെങ്കിൽ ഒരു ഫ്ലവറൊക്കെ ആയിട്ട് ഒരു യൂനെന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പുള്ളൊരു കാര്യം അവനിങ്ങനെ ഓർക്കുവാണ്. അപ്പം ആ ഒരു യൂനെന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓങ്സോങ് ഗ്രൂപ്പിന് ക്യാങ് ഓങ്സോങ്ങിൻ്റെ ആ ഒരു കേസുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നിങ്ങനെ അവൾ പറയുകയാണ്. ക്യാങ് കാരണമാണ് ഓങ്സോങ്ങിന് ആ ഒരു ഹോട്ടൽ ബിൽഡിങ് നഷ്ടപ്പെട്ടതെന്ന് പറയുകയാണ് അവൾ. അത് കഴിഞ്ഞ് ക്യാങ് മരിച്ചതിന് ശേഷം ഓങ്സോങ്ങിന് ആ ഒരു കൺസ്ട്രക്ഷനിലെ ബിഡ് കിട്ടുകയും ചെയ്തു എന്നിങ്ങനെ പറയുകയാണ് അവൾ. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ക്യാങ്ങിൻ്റെ ആ ഒരു കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടും അതേപോലെ തന്നെ ഡ്രൈവറും അല്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ്. ലീ ഗില്ലിയോങ് അല്ലേ ക്യാങ്ങിനെ കൊന്നേന്നിങ്ങനെ ചോദിക്കുവാണ് അവൻ. എന്നാൽ അയാളുടെ മകനാണെങ്കിൽ എവിഡൻസ് ആയിട്ടൊരു ഡയറി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, അയാളെ കൊന്നതിന് പ്രതിഫലമായിട്ടല്ല അയാൾക്ക് ആ ഒരു 1 മില്യൺ കിട്ടിയത്, പകരം അയാൾക്കത് ബോണസായിട്ട് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്ന് അതിനകത്ത് പറയുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അല്ലേ തന്നെ ഒരു കൊലപാതകിയുടെ മകൻ പറയുന്നതൊക്കെ ആര് വിശ്വസിക്കുമെന്ന് ഇങ്ങനെ പറയാണ് അവൻ. അവൻ പറയുന്നത് ആരും വിശ്വസിച്ചിട്ടില്ല, എന്നാലും അവൻ പറയുന്നത് ശരിയാണെങ്കിലോ അല്ലേ തന്നെ ലീ ഗില്ലിയോങ് എന്തിനാ ക്യാങ്ങിനെ കൊല്ലുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവാണ് അവൾ. എന്നിട്ട് പറയുന്നുണ്ട്, അയാൾക്ക് ഒരു മാസം 3 മില്യൺ കിട്ടും, പിന്നെ അയാൾ എന്തിനാ ഒരു 1 മില്യണിന് വേണ്ടി ക്യാങ്ങിനെ കൊല്ലുന്നതെന്ന് ചോദിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവളിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, എല്ലാ എവിഡൻസസും ലീ ഗില്ലിയോങ്ങിനെ തന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അവൻ പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതിനെന്തായാലും ഓങ്സോ ഗ്രൂപ്പിന് എന്തായാലും ബന്ധമുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് അവൾ. എന്നിട്ട് അവളാണെങ്കിൽ പറയുന്നുണ്ട്, ജൂ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കാണെങ്കിൽ ആ ഒരു ലീ ഗില്ലിയോങ്ങിൻ്റെ മകനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് അവൾ. അതേപോലെ തന്നെ ക്യാങ്ങിൻ്റെ മകനും അന്നേ ദിവസം ആ ഒരു വീട്ടിലുണ്ടായിരുന്നെന്ന് പറയണം. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ഞാൻ അവരെ മീറ്റ് ചെയ്തോളാം എന്ന് അവൻ പറയാണ്. അപ്പോൾ അവളാണെങ്കിൽ അവന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നേരെ ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ ലീയുടെ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഒരു കൊലപാതകിയുടെ മകനാണെങ്കിൽ ഇപ്പം ഒരു പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവൻ്റെ അച്ഛൻ ഇന്നസെൻ്റ് ആണെന്നാണോ, അങ്ങനെയാണ് അവൻ വിചാരിക്കുന്നതെങ്കിൽ അവൻ വെറും ഒരു ഫൂളാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ യൂണിനെ വിളിക്കുന്നുണ്ട്, എന്നാൽ അപ്പം കിട്ടുന്നില്ല. എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് യൂണിൻ്റെ ഫോണിൽ നിന്ന് കോൾ വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെനിക്ക് പ്രോസിക്യൂട്ടർ യൂൺ മരിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നു അവൻ ശരിക്കും അങ്ങ് ഷോക്കാവുകയാണ്. അങ്ങനെ ഇതെല്ലാം യൂണിൻ്റെ ആ ഒരു ഗ്രേവിൻ്റെ അടുത്ത് നമ്മുടെ ജൂ ആണെങ്കിൽ ഓർക്കുവാണേ. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഡയറക്ടർ ടാക്ക് എന്ന് പറഞ്ഞ ഒരാളെ കാണുകയാണ്. അപ്പം അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പം അവനാണെങ്കിൽ പറയുകയാണത് പ്രോസിക്യൂട്ടർ യൂണിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ഇന്നാന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ പറയുന്നുണ്ട്, അതെൻ്റെ സിസ്റ്റർ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചത്, അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടെന്ന് അയാൾ പറയാണ്. അതേപോലെ അയാൾ പറയാണ്, നീ നിൻ്റെ പാസ്റ്റൊക്കെ മറക്കണം, പിന്നെയും നീ ഇവിടെ വന്ന് വെറുതെ എന്തിനാ വേദനയൊക്കെ ഏറ്റുവാങ്ങുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കറിയാം നീ നിൻ്റെ റിലേഷൻഷിപ്സൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇപ്പോൾ ബന്ധങ്ങളൊക്കെ നോക്കിയിട്ട് എന്തിനാണെന്നിങ്ങനെ പറയണം. അപ്പം അയാൾ പറയുന്നുണ്ട്, ഇവിടെ അടുത്ത് നല്ലൊരു ന്യൂഡിൽ ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണേ. അത് കഴിഞ്ഞ് ലീയുടെ ആ ഒരു കൊളീഗ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോഴത്തേക്കും അവർ മനഃപൂർവ്വം ചെന്ന് അവനെ അങ്ങ് തട്ടുവാണ്. എന്നാൽ അവനാണെങ്കിൽ അവരോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരാണെങ്കിൽ പറയാണ്, നീ നിൻ്റെ സീനിയേഴ്സായ ഞങ്ങളെക്കാളും മുകളിൽ പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസിലൊരു പൊസിഷനൊക്കെ നിനക്ക് കിട്ടിയപ്പോൾ നിനക്ക് ഇത്ര അഹങ്കാരമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ പിന്നെ അവരോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഇങ്ങോട്ട് മനഃപൂർവ്വം വന്ന് അവനെ തട്ടിയതാണ് കേട്ടോ. എന്നിട്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം അവനാണെങ്കിൽ ആ താഴെ പോയ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ പറക്കുമ്പോഴത്തേക്കും അതിലൊരാളാണെങ്കിൽ അവൻ്റെ കയ്യിലങ്ങ് കയറി ചവിട്ടുവാണ് കേട്ടോ.
അപ്പോൾ അവനാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ സോറി പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പം ജൂ ആണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ പാവം നമ്മുടെ ലീ ഇതൊന്നും മൈൻഡാക്കാതെ അവൻ ആ ഒരു പേപ്പേഴ്സൊക്കെ തറയിൽ നിന്ന് അങ്ങ് പറക്കിയെടുക്കുവാണ്. അപ്പോൾ ജൂ ആണെങ്കിൽ അവനെ തന്നെ നോക്കിയിട്ട് അവൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുവാണ്. ഇനി എനിക്കിങ്ങനെ ഓടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ തന്നെ ഇനി എനിക്ക് ഓടാനും എൻ്റെ കയ്യിൽ ഒരു റീസണും ഇല്ലയെന്ന് പറഞ്ഞ കാര്യമൊക്കെ അവനിങ്ങനെ ഓർക്കുവാണ്. അതേപോലെ ഞാൻ ലീ ചേഹയാണ്, ഞാൻ ഒരിക്കലും റിസൈൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ കാര്യം അവനിങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഓഫീസിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫീസിൻ്റെ കോലമൊക്കെ ഇങ്ങനെ നമ്മുടെ ജൂ ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ആ സോങ് ആണെങ്കിൽ പറയുന്നുണ്ട്, അത് ലീ ആണെങ്കിൽ കുറച്ച് ദിവസം ഈ ഒരു ഓഫീസിൽ തന്നെ ആയിരുന്നു, അവനാണെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജൂ പറയുന്നുണ്ട്, അവൻ വരുവാണെങ്കിൽ ഓഫീസിലോട്ട് വരാൻ പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലീ ആണെങ്കിൽ അവൻ്റെ ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ജൂവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജൂ ആണെങ്കിൽ അതെല്ലാം വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഈ ഒരു കേസ് ഫയൽസ് എല്ലാം തീർത്തല്ലോ, കൊള്ളാം, നല്ല കാര്യം, ഞാൻ ശരിക്കും ഇമ്പ്രസ്ഡ് ആണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നീ ഓരോ കേസസിൻ്റെയും ലോസും അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം നീ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, നല്ലതാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഈ ഒരു കേസിലെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞത് അത് മർഡർ അല്ല, ശരിക്കും അതൊരു റേപ്പ് കേസാണെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഒരു വിക്ടിമിനെ ആ ഒരു കൊലയാളി ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു, അങ്ങനെയാണ് ആ ഒരു കൊല നടന്നത്. അപ്പം ഞാനതൊരു മർഡറായിട്ട് തന്നെ അങ്ങ് കേസിൽ ഉൾപ്പെടുത്തി എന്നിങ്ങനെ പറയുകയാണ് അവൻ. എന്നിട്ട് അവൻ പറയാണ്, എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇതുവരെ ഒരു റീസണും കിട്ടിയില്ല, മറ്റുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിൽ നിന്നും ഞാൻ നിന്നെ എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് ഇങ്ങനെ പറയുകയാണ് അവൻ. എന്നിട്ട് ജൂ ആണെങ്കിൽ പറയുന്നുണ്ട്, നീ തിരിച്ച് നിൻ്റെ ആ ഒരു ഫൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്, അല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേറ്ററായിട്ട് നിനക്ക് ഇവിടെ ഇരിക്കാനായിട്ട് യാതൊരു യോഗ്യതയില്ല എന്നൊക്കെ അവനിങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അവനെപ്പറ്റി. നീ എന്തോ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇറങ്ങി പോകാൻ പറയുകയാണ് അവൻ്റെ അടുത്ത്. എന്നാൽ അപ്പോഴാണ് അവൻ്റെ കയ്യിരുന്ന ഒരു ടൂളെടുത്ത് അവൻ ആ ഒരു ടേബിളിൽ വെക്കുന്നത്. എന്നിട്ട് ചോദിക്കുവാണ് അവൻ, കൊലയാളി ഈ ഒരു വെപ്പൺ കൊണ്ടല്ലെങ്കിലോ ആ ഒരു കൊല നടത്തിയെന്ന് ഇങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഓങ്സോങ് അപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു ഗ്രാനിയുടെ ആ ഒരു കൊലയെ പറ്റിയാണ് പറയുന്നതെന്ന് പറയുകയാണ് അവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, കൊലയ്ക്ക് യൂസ് ചെയ്തത് ഈ ഒരു വെപ്പൺ അല്ല എന്ന് അവൻ പറയുകയാണ്. അതിൻ്റെ ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടുമായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു വെപ്പണിൻ്റെ ലെങ്തുമായിട്ട് അത് മാച്ച് ചെയ്യുന്നില്ല എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ ജൂ ചോദിക്കുവാണ്, അവരെന്തിനാണ് ഈ ഒരു വെപ്പൺ ചേഞ്ച് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ഒരു വെപ്പൺ ആ ഒരു ക്രൈം സീനിലില്ലായിരുന്നെങ്കിൽ പോലീസ് ഈ ഒരു കേസ് നന്നായിട്ട് അന്വേഷിക്കത്തില്ലായിരുന്നെന്നിങ്ങനെ പറയുകയാണ് അവൻ. അപ്പോൾ ജൂ ചോദിക്കുവാണ്, കില്ലർ എന്തിനായിരിക്കും റിയൽ ആയിട്ടുള്ള വെപ്പൺ എടുത്തുകൊണ്ട് പോയത്, പിടിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ടായിരിക്കുമോ അതോ അടുത്ത കൊലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ. എന്നിട്ട് ജൂ ആണെങ്കിൽ ആ ഒരു ലേഡീനെ എങ്ങനെയാണ് കുത്തിയതെന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ലീ ആണെങ്കിൽ പെട്ടെന്നങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പറയുകയാണ്, 20 പ്രാവശ്യമാണ് ആ ഒരു ലേഡീനെ ഇങ്ങനെ കുത്തിയത്, ഇത് ശരിക്കും നോർമലായിട്ടുള്ളൊരു കില്ലിങ് അല്ല എന്ന് അവൻ പറയുകയാണ്. എന്നിട്ട് ആ ഒരു വെപ്പൺ അവൻ്റെ നേരെ നീട്ടുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കില്ലിങ് സീനാണെങ്കിൽ അവൻ്റെ മൈൻഡിലോട്ട് ഇങ്ങനെ വരുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കുവാണ്, എന്നാലും എന്തിനായിരിക്കും അവർ ആ ഓൾഡ് മാനെ കൊന്നത്, അവർക്കാണെങ്കിൽ വേറൊരു ക്രിമിനൽ റെക്കോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എന്തായിരിക്കും റീസൺ എന്നൊക്കെ അവനിങ്ങനെ പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി ഇത് വേറെ കേസസൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണോ, അതും ആ ഒരു കിമ്മിൻ്റെ ആ ഒരു കേസിൽ അയാളുടെ കഴുത്തിലുള്ള ആ ഒരു നീഡിലിൻ്റെ പാടെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീ ആണെങ്കിൽ അവൻ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട്, അവൻ്റെ അടുത്ത് പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ലീനെ കാണാനായിട്ട് ഒരാൾ വരുന്നത്. അപ്പം അയാളാണെങ്കിൽ വന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ നെഫ്യൂവിനെ കണ്ടിട്ട് എത്ര നാളായി, നീ ശരിക്കും വളർന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണെങ്കിൽ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് അയാളാണെങ്കിൽ അവൻ്റെ സീറ്റിലൊക്കെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ആണല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, എനിക്ക് നിന്നെ കോൺടാക്ട് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുപോലെ ഇവിടെ ഉള്ളവർക്ക് അറിയാമോ നീ ഒരു കൊലപാതകിയുടെ മകനാണെന്ന് ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ അവർ പറയുന്നതെല്ലാം അവിടെ നിന്ന് നമ്മുടെ ജൂവും കേൾക്കുവാണ്. അപ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് ആരുമില്ലായിരുന്ന സമയത്ത് നിന്നെ നോക്കി വളർത്തിയതൊക്കെ ഞാനാണെന്നിങ്ങനെ അയാൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ നന്ദി നീ മരിക്കുന്നത് വരെ എന്നോട് കാണിക്കണമെന്ന് പറയണം. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ വേണോ, ഞാൻ തരാം, ഇനി ഇങ്ങോട്ട് വരണ്ടാന്നിങ്ങനെ പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നത് അയാളാണെങ്കിൽ ചാടി എണീക്കുവാണ്. എന്നിട്ട് അവന് അടിക്കാനൊക്കെ കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നതും ജൂ ആണെങ്കിൽ കഥ തുറന്ന് പുറത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അയാളാണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, നിനക്കറിയാവോ, നിന്നെപ്പോലെ ഒരുത്തനെ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല എന്നും പറയുന്നുണ്ട്. അതേപോലെ നിനക്ക് എന്ത് സംഭവിച്ചാലും, നിന്നെ ഞാൻ എന്ത് ചെയ്താലും നീ അതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അയാൾ. എന്നിട്ട് അവനെ ആണെങ്കിൽ ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ പൊക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സോങ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അവനെ കാണുന്നതും അയാളാണെങ്കിൽ അങ്ങ് ബാക്കിലോട്ടങ്ങ് മാറുവാണ്. അപ്പം സോങ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ ലീയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ലീന് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അങ്ങ് പോവുകയാണേ. ഇപ്പോൾ വന്നത് നിൻ്റെ അച്ഛനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരു കോൾ വരുവാണ്. അപ്പം അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആ ഒരു വീഡിയോ എവിഡൻസ് കാണിക്കണമെന്ന്, നിങ്ങളെന്താ ഇപ്പോൾ പോലീസിനെ തന്നെ സംശയിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവൻ്റെ അടുത്ത്.
അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതൊരു പോലീസ് ഓഫീസറാണ്, മറ്റേ ആ ഒരു കേസ് നമുക്കിനി റൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊരു വയലേഷൻ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഒരു ഫോൺ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു പ്രൊസീജിയേഴ്സൊക്കെ വെരിഫൈ ചെയ്യണം, എന്നിട്ട് ഞാനത് പ്രോസിക്യൂട്ടറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയാം. അപ്പോൾ അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീയാണോ പ്രോസിക്യൂട്ടർ, ഏത് പ്രോസിക്യൂട്ടറാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂ ആണെങ്കിൽ വന്ന് ആ ഫോൺ അങ്ങ് വാങ്ങുവാണേ. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ സ്റ്റാഫ് നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ജൂവിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ടില്ല അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ ഭയങ്കര പൊളൈറ്റായിട്ട് പറയാണ്. അപ്പോൾ അയാളാണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു വീഡിയോ നഷ്ടപ്പെട്ടു പോയി, പിന്നെ നിങ്ങൾ വീഡിയോ ചോദിക്കുന്നത് ഒത്തിരി കൂടുതലല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അയാൾ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ യാതൊരു എവിഡൻസും ഇല്ലാഞ്ഞിട്ട് നിങ്ങളും ആ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകുമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ. അതുമാത്രമല്ല നിങ്ങളുടെ കയ്യിൽ യാതൊരു എവിഡൻസും ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയാണോ എന്നൊക്കെ അവനിങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എൻ്റെ അസിസ്റ്റൻറ്റ് ലീ ആണ്, അതും ഞാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് സോറി ചോദിച്ചിട്ട് ആ ഒരു എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ആ ഒരു ഫുട്ടേജ് കാണുവാണ് കേട്ടോ. എന്നിട്ട് ജൂ ആണെങ്കിൽ പറയുന്നുണ്ട് ഇതൊരു ഡ്രഗാണ്, നീ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ ഒരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് ഫോറൻസിലേക്ക് അയക്കാൻ പറയുകയാണ്. അപ്പോൾ ലീ ആണെങ്കിൽ ചോദിക്കുകയാണ് അവിടുത്തെ പോലീസുകാരൊന്നും ഇതൊന്നും അറിയുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പം സോങ് ആണെങ്കിൽ പറയുന്നുണ്ട് അവിടുത്തെ പോലീസുകാർ മറ്റുള്ളവരെ പോലൊന്നും അല്ല, അവരാണെങ്കിൽ ഈ ഓരോ കാസിനോസിൽ നിന്നും അതേപോലെ തന്നെ ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും ഒക്കെ കൈക്കൂലി വാങ്ങുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അവൻ. എന്നിട്ട് അവനാണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് പോയി ആ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യണം, നമുക്കിത് ഒഫീഷ്യൽ പ്രൊസീജിയറിലൂടെ അത് ഫോറൻസിക്കിന് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് പോകണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ലീ ആണെങ്കിൽ വന്നിട്ട് ജൂവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു ബ്ലഡ് സാമ്പിളിൽ ഡ്രഗ്സിൻ്റെ അംശം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജൂ ആണെങ്കിൽ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് തിരിച്ച് സംസാരിക്കാതെ ഞാൻ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ലീ പറയാണ് ഓജിയോൻ്റെ കേസിലുള്ള ആ സെയിം ഡ്രഗ് തന്നെയാണ് ഈ ഒരു കേസിലും അവർ സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കേസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കാണുമോ എന്ന് ചോദിക്കുവാണ്. അത് ഞാനങ്ങ് വിട്ടുപോയി, പിന്നെ നീ പറഞ്ഞില്ലായിരുന്നോ നീ റിസൈൻ ചെയ്തിട്ട് നീ തിരിച്ച് ഫൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോകുമെന്ന്, എന്താ നീ ഇനിയൊരു ചാൻസും കൂടെ എന്നോട് ആവശ്യപ്പെടുവാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ലീ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട്. അപ്പം ജൂ പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു പഴയ കേസ് തരാം. അപ്പം ലീ ആണെങ്കിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ ജൂ പറയാണ് ആ ഒരു കേസ് ക്ലോസ് ആയി, കാരണം അതിൽ സസ്പെക്റ്റ് ട്രയൽ വരുന്നതിന് മുമ്പ് തന്നെ സൂയിസൈഡ് ചെയ്തു എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയാണ് ചില കൊലയാളികൾ അവർക്കെതിരെ എത്ര തെളിവുകളുണ്ടെങ്കിലും ആ ഒരു കൊലയാളിയാണ് അത് ചെയ്തതെന്ന് അയാളും സമ്മതിക്കത്തില്ല, അതേപോലെ തന്നെ ആ ഒരു കൊലയാളിയുടെ മകനും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ സ്വന്തം തെറ്റ് സമ്മതിക്കാത്ത അങ്ങനെയുള്ളവന്മാരോട് എനിക്ക് എത്ര വെറുപ്പാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ. ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ്, കാരണം ആ ഒരു ചെറുക്കൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന അവൻ്റെ അച്ഛൻ ആരെയും കൊന്നിട്ടില്ല, അയാളൊരു നിരപരാധിയാണെന്നാണ് അവൻ വിചാരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് അവൻ. ആ ഒരു കസിനോ ഓണറായിട്ടുള്ള കാങ് വൂസോങ്ങിൻ്റെ കൊലയാളി എന്ന് പറയുന്നത് കാങ്ങിൻ്റെയും അതേപോലെ തന്നെ ഓങ് ജിയോണിൻ്റെയും ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ലീ ഗില്യോങ് ആണെന്ന് പറയാണ് കേട്ടോ അവൻ. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അവൻ്റെ തന്നെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ടിപ്പം ഈ ഒരു കേസാണ് കേട്ടോ ഇപ്പോൾ അവന് അന്വേഷിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അവൻ്റെ അച്ഛൻ കൊല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, എന്തായാലും വരും എപ്പിസോഡിൽ നമുക്കറിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങനെ അന്ന് കാറിലിരുന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്, നിങ്ങളെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വർക്കൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യം അവനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഓർക്കുവാണേ. എന്നിട്ട് ലീ ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, ആ ഒരു മർഡറായിട്ടുള്ള ലീ ഗില്യോങ്ങിൽ നിന്ന് ഞാൻ ഡിഫറൻ്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറയാണ്. എന്നിട്ട് ജൂ പറയാണ് നീ ഈ ഒരു കാങ് വൂസോങ്ങിൻ്റെ മർഡർ കേസും അതേപോലെ തന്നെ അതിൻ്റെ കൊലയാളിയായിട്ടുള്ള ലീ ഗില്യോങ്ങിനെ പറ്റിയിട്ടും പേഴ്സണലി തന്നെ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയുന്നിടത്ത് വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് 3 ഇവിടെ എൻഡ് ആകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.